ആ പറയണേ. അപ്പൊ തുടങ്ങാട്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഒരുപാട് കോഡൊക്കെ കൊണ്ടിട്ടാണോ എന്തെന്നാ വെറുതെ പറഞ്ഞു തരികയല്ല, പഠിപ്പിച്ചു തരിക. പിന്നെ ചിലർക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. അങ്ങനെയുള്ളവരോട് ഞാൻ എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല. വേണ്ടിട്ടാ കൂടുതലായിട്ട്. നോക്കട്ടോ, തുടങ്ങട്ടെ. ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ഇന്നലെ ഗോപിയെ പഠിപ്പിച്ചെടുത്തെന്ന് തന്നെ തുടങ്ങാം. ഈ ലുക്കേമിയാസ് എന്ന് പറയുന്നത് പ്രോലിഫറേഷൻ ഓഫ് ദി ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ. അത് മൈലോയിഡ് ആമോ അല്ലെ AML ആകുമ്പോൾ മൈലോയിഡ് ആയിരിക്കും, ഏതായിരിക്കും ALL ആകുമ്പോൾ ലിംഫോയിഡ് ആയിരിക്കും, ബ്ലാസ്റ്റ് സെല്ലിന്റെ. ഇനി ഇന്നലെ പറഞ്ഞ കഴിഞ്ഞൊരു സംഭവം തന്നെ AML-ഉം ALL-ഉം അതിന്റെ ഒക്കറൻസ് കാണുന്നുണ്ടോ? AML, M for mature, L for little. AL-ലെ L ലിറ്റിലും AML-ലെ M മെച്ചുർ ആയിട്ട് കാണാം. കാരണം മെച്ചുർ അഡൽട്ടിൽ കൂടുതൽ കാണപ്പെടുന്നത് AML-ഉം ലിറ്റിൽ ചൈൽഡിൽ കൂടുതൽ കാണപ്പെടുന്ന ഏതാ ALL-ഉം. അങ്ങനെ ഓർത്തിരിക്കട്ടോ. ചൈൽഡിൽ AML കുറവായിരിക്കും, ALL കൂടുതലായിരിക്കും. അഡൽട്ടിൽ AML കൂടുതലായിരിക്കും, ALL കുറവായിരിക്കും. ഓക്കെ അല്ലേ? അതിന്റെ കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡൗൺ സിൻഡ്രോം തന്നെ. ഡൗൺ സിൻഡ്രോം അസോസിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ AML കുറവായിരിക്കും, ALL കൂടുതലായിരിക്കും. അതായത് ഡൗൺ സിൻഡ്രോം വന്ന ഒരു കുട്ടിക്ക് വരാൻ ചാൻസ് കൂടുതലുള്ള ലുക്കീമിയ എന്ന് പറയുന്നത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലൂക്കീമിയ അഥവാ ALL ആണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ സായിദേ? ആ, റെസ്പോണ്ട് ചെയ്യണേ ആരെങ്കിലും ഒന്ന്. സായിദ് ഇടയ്ക്കൊന്ന് മൂളിയാ മതി. എറ്റിയോളജി നോക്കിട്ടോ. എറ്റിയോളജി കാണുന്നുണ്ടോ താഴേക്ക് എഴുതിയത്? കാണുന്നില്ല, ഹെഡിങ് മാത്രമേ കാണുന്നുള്ളൂ. ആ, ഹെഡിങ് മാത്രമേ ഉള്ളൂ. ഒന്നും പറയാനില്ല. മോസ്റ്റ് കോമൺലി ALL-ലെ എത്തിയോളജി എന്ന് പറയുന്നത് അൺനോൺ ആണ്. അതാ പറഞ്ഞത്, കോമഡി ആയിക്കോളൂ, എന്നാലും മനസ്സിലാക്കി തരാനായി ഇങ്ങനെയൊക്കെ ചെയ്ത്. പറയുന്നത് അൺനോൺ ആണ്. ഇനി റിസ്ക് ഫാക്ടേഴ്സും ഇന്നലെ പറഞ്ഞിരുന്നത് ലുക്കാൻസ് എല്ലാം നോർമൽ തന്നെയാണ്. ALL-ലാവട്ടെ AML-ലാവട്ടെ ഗോപി ഇന്നലെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് ദി ഏതാ ALL. റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന സിൻഡ്രോംസ് ആണ് താഴെ എഴുതിയിരിക്കുന്നത്. ഡൗൺ സിൻഡ്രോം, ഷാച്ച്മാൻ ഡയമണ്ട് സിൻഡ്രോം, ബ്ലൂം സിൻഡ്രോം, പോസ്റ്റ്മാൻ സിൻഡ്രോം, ലീഫ്-റോമണി സിൻഡ്രോം. ഇതൊക്കെ ഭയങ്കര കട്ടിയുള്ള വേർഡ്സ് അല്ലേ? പക്ഷെ പെട്ടെന്ന് ഓർത്തിരിക്കാനും നമുക്ക് പറ്റത്തില്ല. എത്ര സിൻഡ്രോംസ് ഉണ്ട്? 5 സിൻഡ്രോംസ് ഉണ്ട് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനെ പറഞ്ഞിട്ട് വരുമ്പോ എനിക്ക് ആദ്യം ഓർമ്മയിൽ വരും, ഹലോ ആ കാണുന്നില്ലേ? റിസ്ക് ഫാക്ടേഴ്സ് 5 എണ്ണം. ഭയങ്കര എന്തെന്നാ ടഫ് വേർഡ്സ് ആയതുകൊണ്ട് ഓർത്തിരിക്കാൻ ഭയങ്കര വിഷമായിരിക്കും. അപ്പോ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ IPL ആയിട്ട് റിലേറ്റ് ചെയ്യാം കേട്ടോ. നോക്കാം. R പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് R ഫോർ IPL. മെയിൻ ആറിൽ തുടങ്ങുന്ന ടീം ഏതാ? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, RCB-യിൽ ഏറ്റവും വിലപിടിച്ച ഒരു പേര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂട്ടുകെട്ട് എന്ന് പറയുന്നതാണ് ABD വില്ലിയേഴ്സിന്റെയും കോഹ്ലിന്റെയും കൂട്ടുകെട്ട്. IPL ഏറ്റവും കൂടുതൽ റൺസ് ഉള്ള കൂട്ടുകെട്ട് ABD വില്ലിയേഴ്സിന്റെയും കോഹ്ലിന്റെയും കൂട്ടുകെട്ടാ. IPL അറിയാത്തോല് എന്നോട് ക്ഷമിക്കണം കേട്ടോ. സോ റിസ്ക് ഫാക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു RCB-യിലെ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ABD വില്ലിയേഴ്സും കോഹ്ലിയും. ഓക്കെ, കണ്ടോ? ABD, B for Bloom syndrome, D for Down syndrome, Kohli, Co for Kosman syndrome, Lee for Lee-Romani syndrome. Okay. ABD.
ABD എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഒരു സിൻഡ്രോം വിട്ടുപോയിട്ടുണ്ട്, ഷാച്ച്മാൻ ഡയമണ്ട്. അത് പറയാനാണ് ഞാൻ എന്ത് പറഞ്ഞത്, RCBയിൽ ഏറ്റവും വില പിടിച്ച അപ്പൊ ഡയമണ്ട് ലൈക്ക് സിൻഡ്രോം. അപ്പൊ 5 സിൻഡ്രോം: ബ്ലൂം സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ലീഫ്രോണിമാൻ സിൻഡ്രോം, ഷാച്ച്മാൻ ഡയമണ്ട്. ആ ഡയമണ്ട് അത് മാത്രം ഓർത്തിരിക്കുക, 4 എണ്ണം എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഷാച്ച്മാൻ ഡയമണ്ട് അത് പറഞ്ഞാൽ മോസ്റ്റ് വാല്യുബിൾ ആയതുകൊണ്ട്. ഏത് കൂട്ടുകെട്ട്? ABD വില്ലിയേഴ്സിന്റെയും കോഹ്ലിന്റെയും കൂട്ടുകെട്ട്. RCB R4 റിസ്ക് ഫാക്ടർ സ്റ്റാർട്ട് ചെയ്ത ആൾ, RCB 6, അങ്ങനെ കൂട്ടുകെട്ട് ABD വില്ലിയേഴ്സും കോഹ്ലിയും തമ്മിലുള്ള. ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ ഒരു കുനിഷ്ടുള്ള കുട്ടി ഉണ്ടാവും. അവൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സാറ് എന്തുകൊണ്ട് എക്ക് ഒരു ഫുൾ ഫോം കൊടുക്കുന്നില്ല? ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണ്, എക്ക് ഒരു ഫുൾ ഫോം ഉണ്ട്. അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയും എക്ക് ഒരു ഫുൾ ഫോം ഉണ്ട്, A for അറ്റാക്സിയ ടിലങ്കേറ്റ്സിയ. പക്ഷെ അത് സിൻഡ്രോംസ് അല്ല. 5 സിൻഡ്രോംസും അറ്റാക്സിയ ടിലങ്കേറ്റ്സിയും. കോഡ് ABD വില്ലിയേഴ്സും കോഹ്ലിയും. RCB for റിസ്ക് ഫാക്ടേഴ്സ് RCB, ABD, കോഹ്ലി. ഓക്കെ. 5 സിൻഡ്രോംസ്: ബ്ലൂം, ഡൗൺ, കോസ്റ്റ്മാൻ, ലീഫ്രോണി, ഷാച്ച്മാൻ ഡയമണ്ട്. സ്പീഡായി പോകുന്നുണ്ടോ പറയുന്നത്? ഇല്ലടാ. ഇല്ല, മനസ്സിലാവുന്നില്ലേ? അറ്റാക്സിയ ടിലങ്കേറ്റ്സിയ. ഇനി ഈ അടുത്ത് നടന്ന അത് പറഞ്ഞ് അത് അതുപോലെ തന്നെ എഴുതിയിട്ടേ ഉള്ളൂ. റിസ്ക് ഫാക്ടേഴ്സ് 5 സിൻഡ്രോംസ്: ബ്ലൂം സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, കോസ്റ്റ്മാൻ, ലീഫ്രോണി, ഷാച്ച്മാൻ ഡയമണ്ട്. ഓക്കെ. എയും കൂടെ ചേരുമ്പോ A for അറ്റാക്സിയ ടിലങ്കേറ്റ്സിയ. അതും ഒരു റിസ്ക് ഫാക്ടേഴ്സ് കേട്ടോ. ഇനി ഈ അടുത്ത് IPL വന്നേരം ആദ്യം എന്ന് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിരുന്നു. പലരും വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെ വിമർശിച്ച ഒരാളായിരുന്നു സുനിൽ ഗവാസ്കർ. പക്ഷേ വിമർശിക്കുന്നേരം വിരാട് കോഹ്ലിന്റെ ഒപ്പം അനുഷ്കേനെയും പിടിച്ചിട്ട്, അവരുടെ ഭാര്യയായിട്ടുള്ള അനുഷ്ക ശർമ്മേനെ. പക്ഷെ അനുഷ്ക ശർമ്മയ്ക്ക് കൂടുതൽ ഫാൻസ് ഉള്ളതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് അതിനെതിരെ പറയുകയും രക്ഷപ്പെടുകയും ചെയ്തു. പിന്നെ വിമർശനം സുനിൽ ഗവാസ്കറിന് വന്നു. സോ എക്സ്ട്രാ 4 റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് ലെറ്റർ ഞാൻ നോക്കുകയാണ്. S, അനുഷ്ക, A എന്നെടുത്ത് ഫാൻസ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കട്ടെ. സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന പേര് പോലെ തന്നെ അതിന്റെ പേരും റിസ്ക് ഫാക്ടറിന്റെ പേരും കുറച്ച് നീളമുള്ള പേര്. ദാറ്റ് ഈസ് സിവിയർ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. S for സിവിയർ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. സുനിൽ ഗവാസ്കർ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വിവാദത്തിലേക്ക് എടുത്തിട്ടിരിക്കുന്നത് അനുഷ്ക A for അനീമിയ. കാണുന്നുണ്ടോ? അനീമിയ. അനുഷ്ക രക്ഷപ്പെട്ടത് അവരുടെ ഫാൻസ് കാരണം. അപ്പൊ 2 ഫാൻ, ഒന്ന് ഫാങ്കോണിസ് അനീമിയ, രണ്ടാമത്തത് ബ്ലാക്ക് ഫാൻ അനീമിയ. ഓക്കെ. ഇപ്പം 5 സിൻഡ്രോം പഠിച്ച്, 2 അനീമിയ പഠിച്ച്, 2 അല്ലാത്തത് എന്ന് പറയുന്ന ഒന്ന് അറ്റാക്സിയ ടിലങ്കേറ്റ്സിയും, രണ്ടാമത്തത് സിവിയർ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. IPL അറിഞ്ഞിരിക്കുന്ന കുറച്ചാക്കെങ്കിലും ഇത് പെട്ടെന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഇനി അടുത്തതെന്ന് പറയുമ്പോ ഇങ്ങനെ ആദ്യം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കളി ആയതുകൊണ്ട് തന്നെ അവരാകെ ആദ്യത്തെ കളിയിൽ അടിച്ചിരിക്കുന്നത് 5 6 2 4 മാത്രം. റൈറ്റ്. 5S and 2F. 5S എന്ന് പറയുന്നത് 5 സിൻഡ്രോമും 2F, 2 ഫാൻഗോണിസ് അനീമിയ ആൻഡ് ബ്ലാക്ക് ഫാൻ അനീമിയ. ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഫാൻഗോണിസ് അനീമിയ, ബ്ലാക്ക് ഫാൻ അനീമിയ. ഓക്കെ. ഇനി ടോട്ടൽ റിസ്ക് ഫാക്ടേഴ്സ് ഇതൊക്കെ ഉണ്ടോ? ഇതിങ്ങനെയാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ എന്ത് ചെയ്ത് കുറച്ചുകൂടെ ഇങ്ങനെ കോഡ് വെച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. അറ്റാക്സിയ ടിലങ്കേറ്റ്സിയ 5 സിൻഡ്രോം, ബ്ലൂം, ഡൗൺ, ABD, കോഹ്ലി, പിന്നെ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് അതുകൊണ്ട് ഡയമണ്ട്, പിന്നെ 2 ഫാൻഗോണിസ് അനീമിയ, ബ്ലാക്ക് ഫാൻ അനീമിയ, പിന്നെ സുനിൽ ഗവാസ്കർ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം പഠിച്ചില്ലേ? ഇത് ഇന്നലെ ഗോപിക എഴുതിയിട്ടുള്ള AML എഴുതിയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആയിരുന്നു. കോമൺ ആയിട്ട് ഒരുപാടുണ്ട്. അത് ഫാൻഗോണിസ് അനീമിയ ഉണ്ട്, അപ്ലാസ്റ്റിക് ഇല്ല, ബ്ലൂം സിൻഡ്രോം ഉണ്ട്, കോസ്റ്റ്മാൻ സിൻഡ്രോം ഉണ്ട്. അധികം നിങ്ങൾ ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. കാരണം പീഡിയാട്രിക്സിലെ വീക്ക്ലി ഉള്ള എക്സാംസിൽ അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളത് എന്തെന്നാ, സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് ദി ALL. അപ്പം 5 സിൻഡ്രോം: ബ്ലൂം,
ഡൗൺ, കോസ്മാൻ, ലിഫ്രോണി, ഷാച്ച്മാൻ ഡയമണ്ട്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോട്ടെ. ക്ലാസിഫിക്കേഷൻ ഇന്നലെയും പറഞ്ഞിരുന്ന 2 ക്ലാസിഫിക്കേഷൻ. ഒന്ന് FAB ക്ലാസിഫിക്കേഷനും രണ്ടാമത്തത് ഇമ്മ്യൂണോ ഫീനോടൈപ്പ് ഉള്ള ക്ലാസിഫിക്കേഷനും. എന്താ FAB ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ വെച്ച് പറയണം? മോർഫോളജിയാണ് ക്രൈറ്റീരിയ ആക്കി എടുത്തിട്ടുള്ളത്. മോർഫോളജി തന്നെ സെൽ സൈസ് ഉണ്ട്, സൈറ്റോപ്ലാസം. ഒരു സെല്ലിന്റെ പിക്ചർ മാത്രം ഓർക്കുക, അതിനനുസരിച്ച് എഴുതാൻ പറ്റും. വരച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ടേബിളും കൂടെ കാണുമ്പോൾ മനസ്സിലാവും. സെൽ സൈസ്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയോലൈ, ന്യൂക്ലിയർ ക്രോമാറ്റിൻ, ന്യൂക്ലിയർ ഷേപ്പ്, ഇത്രയും കാര്യങ്ങൾ പറയണം. ഒരു സെല്ലിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു രീതി ആലോചിച്ചാൽ മതി. സെൽ സൈസ്, സൈറ്റോപ്ലാസം, അതിന്റെ ഉള്ളിൽ ന്യൂക്ലിയോലൈ, ന്യൂക്ലിയർ ക്രോമാറ്റിൻ, ന്യൂക്ലിയർ ഷേപ്പ്. റൈറ്റ്. FAB ക്ലാസിഫിക്കേഷൻ ALL-നെ 3ആക്കി തരം തിരിച്ചിട്ടുണ്ട്. കാണുന്നില്ലേ? ടേബിൾ കാണുന്നുണ്ടോ? L1, L2, L3. ഇതില് L1 ആണ് എന്ത് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത്, 80 to 85%. L2 അതിലും കുറവ്, L3 ആ ഒരു ഓർഡറിൽ പോവുക. L1, L2, L3. റൈറ്റ്. ഇനി ആ നമ്പേഴ്സിനെ കുറിച്ച് നോക്കിക്കേ. 1, 2, 3. ഏറ്റവും സ്മോൾ ഏതായിരിക്കും? L1. അങ്ങനെ ആലോചിക്കാം. സ്മോൾ സെൽ. L2 കുറച്ചുകൂടെ ലാർജ്, L3 കുറച്ചുകൂടെ ലാർജ്. അതിന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഹോമോജീനസും ഹെട്രോജീനസും. അതിപ്പം പറയണ്ട, അടുത്ത സ്ലൈഡിൽ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. സ്മോള്, ലാർജ്, ലാർജ്. പിന്നെ ഇത് ഇപ്പൊ നമ്മൾ എന്തെന്നാ പറഞ്ഞത്? ഫസ്റ്റ് ആയിട്ടുള്ള സെൽ സൈസ് കേട്ടോ. സെൽ രണ്ടും കൂടെ കാണുന്നില്ല ഇപ്പൊ? സെൽ സൈസ് ആണ് പറഞ്ഞത്, സ്മോള്, ലാർജ്, ലാർജ്. അടുത്ത സൈറ്റോപ്ലാസം ആണ് വരുന്നത്. സൈറ്റോപ്ലാസം L1 സ്കാൻഡി, L2 മോഡറേറ്റ്ലി അബണ്ടന്റ്, L3 അബണ്ടന്റ്. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ന്യൂക്ലിയോലൈ. ന്യൂക്ലിയോലൈ സ്മോള്, 1 or more, ലാർജ്. അടുത്ത ന്യൂക്ലിയർ ക്രോമാറ്റിൻ ഹോമോജീനസ് ആണ് L1, L2 ഹെട്രോജീനസ്, L3 ഹോമോജീനസ്. ന്യൂക്ലിയർ ഷേപ്പ് റെഗുലർ, ഇറഗുലർ, റെഗുലർ. റൈറ്റ്. ആ ഒരു ഓർഡർ മനസ്സിൽ എന്തെന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിന്റെ പുറമേ നിന്ന് ഉള്ളിലേക്ക് പോവുക, അതിനനുസരിച്ച് അങ്ങനെ എഴുതുക. പിന്നെ നമ്പറും റിലേറ്റ് ചെയ്യുക. 1 ആണ് ചെറുത്, 2 അതിലും വലുത്, 3 അതിലും വലുത്. റൈറ്റ്. പിന്നെ ഒരു കാര്യം എന്നുള്ളത് ഹോമോജീനസും ഹെട്രോജീനസും ഏതാന്നുള്ളത്. നോക്കിക്കേ. 1, 3 എന്ന് പറയുന്ന നമ്പർ ഓഡ് നമ്പർ അല്ലേ? ഹോമോ. അപ്പോ റിലേറ്റഡ് ടു ഹോമോ. 1, 3 എന്ന് പറയുന്നത് L1 and L3 ആർ ഓൾവേസ് ഹോമോജീനസ്. ബാക്കിയുള്ളത് L2 എന്തായിരിക്കും? ഹെട്രോജീനസ്. ഇപ്പൊ FAB ക്ലാസിഫിക്കേഷനായി. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണെന്ത്? ഇമ്മ്യൂണോ ഫിനോടൈപ്പ്. ഇമ്മ്യൂണോ ഫിനോടൈപ്പിൽ എന്ത് 3 ക്ലാസിഫിക്കേഷൻ. വേറെ എന്തെങ്കിലും ഒച്ച കേൾക്കുന്നുണ്ടോ? വലുതായിട്ടില്ലടാ, പറഞ്ഞോ. ഇമ്മ്യൂണോ ഫിനോടൈപ്പ്, അതില് പ്രോജനൈറ്റർ ബി സെൽ, ടി സെൽ, അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ. അതും ഒക്കറൻസിന്റെ അനുസരിച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. L1, L2, L3. L1 ആണ് കൂടുതൽ ഒക്കർ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് L2, അത് കഴിഞ്ഞിട്ട് L3. അതുപോലെ തന്നെ ഇവിടെയും പ്രോജനൈറ്റർ ബി സെൽ ലുക്കീമിയ ആണ് ഏറ്റവും കൂടുതൽ, അത് തൊട്ട് കഴിഞ്ഞിട്ട് ബി സെൽ ലുക്കീമിയ, അത് കഴിഞ്ഞിട്ട് ടി സെൽ ലുക്കീമിയ. ഓക്കെ. ഇനി ഈ ഇമ്മ്യൂണോ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഡയഗ്നോസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. നമുക്ക് ALL നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ? പെരിഫറൽ സ്മിയറോ ഇതൊക്കെ നോക്കിയിട്ട്. പക്ഷെ അതും കഴിഞ്ഞിട്ട് ഈ ALL തന്നെ ഏതാണ്, പ്രീ ബി സെല്ലാണോ, ബി സെല്ലാണോ, ടി സെല്ലാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മ്യൂണോ ഫിനോടൈപ്പ് ഉപയോഗിക്കുന്നത്. ഈ ഇമ്മ്യൂണോ ഫിനോടൈപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള സർഫസ് മാർക്കേഴ്സ് വെച്ചിട്ടാണ്. റൈറ്റ്. സർഫസ് മാർക്കേഴ്സ് ഓരോ പ്രീ ബി സെല്ലിന് ഒന്നാണ്, ബി സെല്ലിന് ഒന്നാണ്, ടി സെല്ലിനാണ്, വെവ്വേറെ ആയിട്ടാണ്. ഇനി അതെങ്ങനെ പഠിക്കും? ഈ ഇമ്മ്യൂണോ ഫിനോടൈപ്പിന്റെ സബ് ആയിട്ട് വരുന്ന സർഫസ് മാർക്കേഴ്സ് കാണുന്നുണ്ടോ? യെസ്. ഈ പ്രീ ബി സെൽ ALL-നും മെച്ചർ ബി സെൽ ALL-നും കോമൺ ആയിട്ടുള്ളതാണ് ഏത്? 18, 19, 20. CD18, CD19, CD20+. ഓക്കെ. ഇനി അതല്ലാതെ പ്രീകേഴ്സറിന് പ്രോജനൈറ്റർ ബി സെൽ ലുക്കീമിയക്ക്
അഡീഷണൽ ആയിട്ടുള്ള ഒന്നാണ് CD79A+. ഓക്കെ, അതെങ്ങനെ ഓർമ്മിച്ചേക്കണം? ഇത് നമുക്ക് ഓർക്കാൻ പറ്റും. 18, 19, 20 ഇതിന് കോമൺ ആണ്. പ്രീ ബി സെല്ലിനും ബി സെല്ലിനും കോമൺ ആയിട്ടുള്ള 3 എണ്ണാണ് 18, 19, 20. അതല്ലാതെ പ്രീകഴ്സർ നിങ്ങൾ മുകളിൽ കണ്ടോ? പ്രീകഴ്സറിന്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ ഞാൻ എഴുതിയ PR. എല്ലാം പഠിക്കേണ്ടിട്ടാണ് കേട്ടോ, വേറെ ഒന്നും വേണ്ടിട്ടല്ല. എന്നിട്ട് മിററിൽ വെച്ച് നോക്കിയാൽ ഇപ്പഴും എന്ത് കിട്ടും? R 7 ആയിട്ടും തോന്നും, P 9 ആയിട്ട് തോന്നും, അല്ലേ? അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. CD79 അഡീഷണൽ ആയിട്ട് 18, 19, 20 ഇത് രണ്ടിനും. അത്രയും ഓർമ്മ. ഇതൊന്നും വലിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കൂടുതലും PGക്കാണെന്ന് ചോദിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവിന് വളരെ കുറച്ചാണ്, പക്ഷെ ഓർത്തിരിക്കുക അറ്റ്ലീസ്റ്റ് 18, 19, 20 എങ്കിലും. ഇനി ടി സെല്ലിന് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ T42 എന്ന് ആലോചിക്കുക. 2, 3, 5, 7 പിന്നെ കൂട്ടി അങ്ങ് പോയാൽ മതി. 2, 3, 5 5 കൂട്ടാനും പറ്റില്ല. 2, 3, 5, 7. T42 എന്ന് ആലോചിക്കുക. 2, 3, 5, 7. ഓക്കെ. മറ്റേത് ഓർമ്മയുണ്ടല്ലോ, PR മിറർ ഇമേജ് എടുക്കുമ്പോൾ 79 കിട്ടും. അഡീഷണൽ പ്രീകഴ്സർ ബി സെല്ലിൽ വരുന്നതാണ് CD79 സർഫസ് മാർക്കർ. ഇതൊക്കെ എന്താണ്? സർഫസ് മാർക്കേഴ്സ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ. എന്ത് വെച്ച്? ഇമ്മ്യൂണോ ഫിനോടൈപ്പ്. ഓക്കെ. ഇനി അടുത്ത മോസ്റ്റ് കൂടുതലായിട്ട് PGക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കോമൺ ലുക്കീമിക് ആന്റിജൻ ഏതാണെന്ന്. കോമൺ ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിക് ആന്റിജൻ CD10. അപ്പൊ ചോദിച്ചാൽ എഴുതണ്ടാണ് CD10. പക്ഷെ നിങ്ങൾ നോക്ക്, ഇതിന്റെ മുകളിലൊന്നും ഞാൻ എന്തെന്നാ CD10 എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇതിനെ കോമൺ എന്ന് വിളിക്കുന്നത്? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കേസസിൽ എല്ലായ്പ്പോഴും കാണുന്നില്ല. ചില കേസസ് ഓഫ് പ്രീ ബി സെല്ല് CD10 കാണും, ചില കേസസ് മെച്ചർ ബി സെല്ല് CD10 കാണും, ചില കേസസ് ഓഫ് ടി സെല്ല് CD10 കാണും. അപ്പൊ ഇത് മൂന്നിലും കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള ആന്റിജൻ എന്ന് വെച്ചിട്ടാണ് CD10 പറയുന്നത്, റൈറ്റ്? ബാക്കിയെല്ലാം നോക്കിയാൽ ഇപ്പൊ 18, 19, 20 ആണെങ്കിൽ ടി സെല്ല് കാണാൻ പറ്റത്തില്ല. 2, 3, 5, 7 ആണെങ്കിൽ ബിയിൽ കാണാൻ പറ്റത്തില്ല, ടിയിലേ കാണാൻ പറ്റും. പക്ഷെ 10 എന്ന് പറയുന്നത് CD10 എന്ന് പറയുന്നത് മോസ്റ്റ് കേസസിലും ബി സെല്ലിൽ കാണും, ബി സെല്ലിൽ കാണും, ടി സെല്ലും കാണും. അതുകൊണ്ടാണ് അതിനെ കോമൺ ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിക് ആന്റിജൻ എന്ന് പറയുന്നത്, റൈറ്റ്? ഈ മെച്ചർ ബി സെല്ലിനോട് SLG+ എന്ന് എഴുതിയിരിക്കുന്നത്. SLG+, അതും ഒരു അഡീഷണൽ ആയിട്ട് 18, 19, 20 അല്ലാതെ കാണപ്പെടുന്ന വേറെ സർഫസ് മാർക്കിംഗ് ആണ്. നമ്മളിപ്പം പ്രീകഴ്സറിൽ പറഞ്ഞില്ലേ CD79. അതുപോലെ മെച്ചർ ബി സെല്ലിന് മാത്രമായിട്ട് 18, 19, 20 കോമൺ അല്ലാതെ കാണപ്പെടുന്ന ഒരു സർഫസ് മാർക്കറാണ് SLG+. അതിന്റെ ഫുൾ ഫോം സർഫസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണെന്ന് തോന്നുന്നു SLG+ ആയിട്ടുള്ളത്. ഇനി ഇന്നലെ ഒരുപാട് നമ്പേഴ്സും ട്രാൻസ്ലൊക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്പേഴ്സ് ഒക്കെ ഇതിന്റെ കാരണം കൊണ്ടാണ് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഓർത്തിരിക്കാൻ ഭയങ്കര പ്രശ്നമാണ്, അല്ലേ? ഇപ്പൊ സൈറ്റോജനറ്റിക്സ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് പറയാണ്. ഇത് എല്ലാം പീഡിയാട്രിക്സ് ആണല്ലേ. പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഒരു കുട്ടീന്റെ കാര്യമാണ്. നിങ്ങളൊരു വലിയൊരു സ്ത്രീ ഒരു കുട്ടീനെ നോക്കുകയാണെന്ന് വിചാരിച്ചു, ഒരു അമ്മ ഒരു കുട്ടീനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ടി എന്നുള്ളത് കാണുന്നില്ലേ? T84, 411 കാണുന്നില്ലേ? അത് നിങ്ങൾ ടൈം ആക്കി എടുത്തു നോക്ക്. ടി എന്നുള്ളത് ടൈം ആക്കിയിട്ട് 8:14 രാവിലത്തത്, അത് കഴിഞ്ഞിട്ട് 4:11 വൈകുന്നേരം, അത് കഴിഞ്ഞ് ടൈം 9:22 രാത്രി കിടക്കാൻ നേരം, പിന്നെ T12:21 നട്ടപ്പാതിര. അതല്ലാതെ എന്തെന്നാ ഒരു ട്രൈസോമി 4 and 10, ട്രൈസോമി 4 and 10, 410 എന്നുള്ളത് പിറ്റേന്ന് പുലർച്ചയ്ക്ക് എടുക്കാം. ഓക്കെ, പറയട്ടെ? ഇനി നോക്ക്, രാവിലെ T8:14 രാവിലത്തെ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ട ഒരു ടൈമാണ്. അങ്ങനെ ആലോചിച്ച് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് T8:14 എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം T4:11 എന്ന് പറയുന്നത് വൈകുന്നേരം. കുട്ടി സ്കൂളിൽ പോയിട്ട് അമ്മ കുട്ടീനെ വിളിച്ചോണ്ട് വരണം, ഇൻഫാന്റിനെ വിളിച്ചോണ്ട് വരണം, റൈറ്റ്? പിന്നെ T9:22 എന്ന് പറയുന്നത് എന്താ? രാത്രി അമ്മയ്ക്ക് എന്തൊക്കെ ഉണ്ടാവും? ഫുഡ് കൊടുക്കാനും ഉണ്ടാവും, ബാക്കി പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത്, ഫുഡ് ആൻഡ് ക്ലീനിങ്. മറ്റത് രണ്ടിലൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചാൽ, ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ചാൽ മതി. 8:14 ബ്രേക്ക്ഫാസ്റ്റ്,
പിന്നെ 411 എന്ന് പറയുന്നത് വൈകുന്നേരം ഇൻഫാനെ വിളിച്ചുകൊണ്ട് വരണം. 922 എന്ന് പറയുന്നത് ഫുഡ് കൊടുത്ത് ക്ലീൻ ചെയ്യണം. റൈറ്റ്. അഡീഷണൽ ആയിട്ടുള്ള 2 എണ്ണം T12, 21 ആ ഒരു ദിവസത്തിന്റെ ഒരു ക്രമത്തിൽ നിങ്ങൾ വെച്ച് പോവുക. 8:14 രാവിലെ, 411 വൈകിട്ട്, 9:22 രാത്രി, 12:21 എന്ന് പറയുന്നത് നട്ടപ്പാതിരക്ക്, പിന്നെ 4:10 എന്ന് പറയുന്നത് പിറ്റേന്ന് പുലർച്ചയ്ക്ക്. റൈറ്റ്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞു T8:14 ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ ട്രാൻസ്ലോക്കേഷൻ 8:14 റിലേറ്റഡ് ടു ബർക്കിഡ്സ്. ബർക്കിഡ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു റിലേഷൻ ഉണ്ട്, കാണില്ലേ? വേർഡിന്റെ പറഞ്ഞതിന് തന്നെ ഒരു റിലേഷൻ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബർക്കിഡ്സ് ലുക്കീമിയ. ട്രാൻസ്ലോക്കേഷൻ ഓഫ് 8:14 is the cause of Burkitt's leukemia. Okay. ഇനി ട്രാൻസ്ലോക്കേഷൻ 411 വൈകുന്നേരം ഇൻഫാനെ വിളിച്ചുകൊണ്ട് വരണം. ഇൻഫാൻ ലുക്കീമിയ. ഇനി ട്രാൻസ്ലോക്കേഷൻ 9:22 രാത്രി ടൈം 9:22 ഫുഡ് ആൻഡ് ക്ലീനിങ്. F&C ഫിലാഡൽഫിയ ക്രോമസോം. Philadelphia chromosome and related leukemia is translocation 9:22. Right? Okay. ഇനി നിങ്ങൾ നോക്ക്, ഒരു കുട്ടി അമ്മയ്ക്ക് ഒരു അമ്മയ്ക്ക് ഒരു കുട്ടീനെ നോക്കുന്നതിൽ ആ കുട്ടി ഉണർന്നിരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കുമ്പോഴാണോ കൂടുതൽ റിസ്ക് ഉണ്ടാവുക? കൂടുതൽ നോക്കാൻ ഉണർന്നിരിക്കുമല്ലേ? അപ്പൊ എന്ന് വെച്ചാൽ പകൽ സമയം, അതായത് ഉറങ്ങുന്നവരെയുള്ള സമയം, അതായത് 8:14, 411, 9:22 എന്ന് പറയുന്നത് ഇത്രയും സമയം രാവിലെ ഉച്ചയ്ക്ക് ഇതെല്ലാം അമ്മയ്ക്ക് കുട്ടീനെ നോക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. സോ ട്രാൻസ്ലോക്കേഷൻ 8:14, 411, 9:22 ആർ categorized into high risk group. Translocation 12:22, trisomy 410 are low risk group. ഓക്കെ. കാരണം ആ സമയത്ത് കുട്ടി ഉറങ്ങുകയാണ്, നട്ടപ്പാതിരയ്ക്കും പുലർച്ചയ്ക്കും കുട്ടി ഉറങ്ങുകയാണ്. രാവിലെ 8:14, 411, 9:22 അതെല്ലാം ഹൈ റിസ്ക് ആണ്. സോ ഇത് ബർക്കിറ്റ്സ് ലിംഫോമ, Burkitt's leukemia, infant leukemia and leukemia associated with Philadelphia chromosomes are categorized into high risk group. But translocation 12:21 and trisomy 4 and 10 are low risk group. Okay. ഓട്ടെ. ഇനി അടുത്ത വേറൊന്നും കൂടെ പഠിക്കാൻ വേണ്ടിട്ട്, ഈ ട്രാൻസ്ലോക്കേഷൻ ഇത് കണ്ടോ? അല്ല, ഇത് കണ്ടോ? T8:14 ഇതെല്ലാം നെയിംഡ് ആണ്, ഓരോന്നിനും ഓരോ പേരുണ്ട്. T8:14 ബർക്കിറ്റ്സ് ലുക്കീമിയ, 1411 ഇൻഫാൻ ലുക്കീമിയ. ഇതിലെല്ലാത്തിലും എന്തെന്നാ ഈ നെയിം ചെയ്തിരിക്കുന്ന ലുക്കീമിയാസ് എല്ലാത്തിലും ആകെ ഒരു ബി എന്ന് പറയുന്ന ഒരു അക്ഷരം ഉള്ളത് ഏതിൽ മാത്ര? 8:14 അല്ലേ? ബർക്കിറ്റ്സ് ലുക്കീമിയ. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെച്യൂർ ബി സെൽ, ബാക്കിയെല്ലാം പ്രീ ബി സെൽ. റൈറ്റ്. ഓക്കെ. ഇനി പ്രോഗ്നോസിസ് ഫാക്ടേഴ്സ്, ഹൈ റിസ്ക്, ലോ റിസ്ക് ഗ്രൂപ്പ് ഏതൊക്കെയാന്നുള്ളത് ഇതും അങ്ങനെ തന്നെ ആലോചിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 1 വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികളും ഒരു 5ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളും ഭയങ്കര വികൃതിയായിരിക്കും അല്ലേ? കാരണം എന്ന് വെച്ചാൽ 1 വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടിക്ക് ഒന്നും അറിഞ്ഞൂടെ, എന്ത് വേണേ സംഭവിക്കാം, വായിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിടും. പക്ഷെ 2 to 10 എന്ന് പറയുന്നത് ഇപ്പം ചെറുപ്പത്തിൽ LKG പോകാൻ തുടങ്ങുന്നതുകൊണ്ട് ആ സ്കൂളിനനുസരിച്ച് അങ്ങ് പോകും. അപ്പൊ 2 to 10 ഗ്രൂപ്പ്സ് ആർ, അത് എഴുതിയത് എന്നോട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. 2 to 10 ഗ്രൂപ്പ്സ് ആർ ലോ റിസ്ക് ആണ്. തിരിഞ്ഞു പോയിട്ടുണ്ട്. ലെസ് ദാൻ 1 ആൻഡ് ഗ്രേറ്റർ ദാൻ 10. ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുമ്പോൾ 10 വയസ്സിന് ശേഷം എന്ന് പറയുന്നത് കുറച്ചൊക്കെ വിവരം വെച്ച്, അപ്പൊ എന്ത് വികൃതിയും കളിക്കാന്നുള്ള നിലയിലോ. അപ്പൊ ലെസ് ദാൻ 1 ആൻഡ് ഗ്രേറ്റർ ദാൻ 10 ആർ ഹൈ റിസ്ക് ഗ്രൂപ്പ് ആൻഡ് 2 to 10 ഇയേഴ്സ് കുട്ടികൾക്ക് ALL വന്നാൽ അത് ലോ റിസ്ക് ആണ്. ഇനി വേറൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ആൺകുട്ടി, ഒരേ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടീനെ എടുക്കുക, പെൺകുട്ടീനെ എടുക്കുക, ഏതായിരിക്കും കൂടുതൽ കുരുത്തക്കേട് കാണിക്കുക? ബോയ്. അപ്പം മെയിലില് ALL വന്നാൽ അതൊരു ഹൈ റിസ്ക് ഗ്രൂപ്പ് ആയിരിക്കും, ഫീമെയിൽ ALL വന്നാൽ അത് ലോ റിസ്ക് ഗ്രൂപ്പ് ആയിരിക്കും. റൈറ്റ്. പിന്നെ
ഈ അമ്മയ്ക്ക് കൂടുതൽ കുരുത്തക്കേടുള്ള കുട്ടീനെ നോക്കാൻ ഭയങ്കര ഹൈ റിസ്ക് ആയിരിക്കും. അതായത് ഇൻക്രീസ്ഡ് വൈറ്റ് സെൽ കൗണ്ട് ഉള്ള ALL ഹൈ റിസ്ക് ഗ്രൂപ്പും ഡിക്രീസ്ഡ് വൈറ്റ് സെൽ കൗണ്ട് ഉള്ളത് ലോ റിസ്ക് ആയിരിക്കും. ഇനി പഠിക്കുന്ന കാര്യങ്ങൾ നോക്കി നോക്ക്. പഠിക്കുന്ന പറഞ്ഞാൽ കൂടുതൽ പഠിക്കുന്ന കുട്ടി എപ്പോൾ ഒരു നല്ല കുട്ടിയായിരിക്കും. ആ കുട്ടീനെ നോക്കാൻ അമ്മയ്ക്ക് ഭയങ്കര റിസ്ക് ഒന്നും ഉണ്ടാകത്തില്ല. എന്നാൽ കുറഞ്ഞു പഠിക്കുന്ന കുട്ടീനെ നോക്കാൻ വികൃതി ആയിരിക്കും, എന്താ ഹൈ റിസ്ക് ആയിരിക്കും. സോ ഹൈപ്പോ ഡിപ്ലോയിഡി പ്ലേസ്ഡ് ഇൻ ടു ഹൈ റിസ്ക് ഗ്രൂപ്പ് ആൻഡ് ഹൈപ്പർ ഡിപ്ലോയിഡി പ്ലേസ്ഡ് ഇൻ ടു ലോ റിസ്ക് ഗ്രൂപ്പ്. ബാക്കിയെല്ലാം ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരുവിധം വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ്. കാരണം സ്പ്ലീനോമെഗാലി വന്നാൽ അത് ഹൈ റിസ്കിൽ വരും, വന്നില്ലെങ്കിൽ ലോ റിസ്ക്. ഹെപ്പാറ്റോമെഗാലി വന്നാൽ ഹൈ റിസ്കിൽ വരും. കാരണം ഒരു പ്രസന്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതെന്തിലായിരിക്കും, എന്ത് ഹൈ റിസ്കിലായിരിക്കും, ഇല്ലെങ്കിൽ ലോ റിസ്ക് ആയിരിക്കും. അതല്ലാതെ ഓർമ്മിച്ച് വെക്കേണ്ട സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. ഒരു ലെസ് ദാൻ 1 years, ഗ്രേറ്റർ ദാൻ 10 years ഹൈ റിസ്ക്, 2 to 10 years ലോ റിസ്ക്. ഇൻക്രീസ്ഡ് WBC കൗണ്ട് വന്നാൽ ഹൈ റിസ്ക്, ഡിക്രീസ്ഡ് വന്നാൽ ലോ റിസ്ക്. മെയിലാണെങ്കിൽ ഹൈ റിസ്ക്, ഫീമെയിലാണെങ്കിൽ ലോ റിസ്ക്. ലാസ്റ്റ് വൺ ആണ് ഇപ്രാവശ്യവും എന്തെന്നാ ഒബ്ജക്റ്റീവ് അതിൽ ചോദിച്ചിട്ടുള്ളത്, ഹൈപ്പോ ഡിപ്ലോയിഡി ആണോ ഹൈപ്പർ ഡിപ്ലോയിഡി ആണോ എന്നുള്ളത്. ഹൈപ്പർ ഡിപ്ലോയിഡി ലോ റിസ്ക്, ഹൈപ്പോ ഡിപ്ലോയിഡി ഹൈ റിസ്ക്. റൈറ്റ്. ഓക്കെ. ഇനി നേരിട്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ 3P ആലോചിക്കുക. 3P ഈസ് റിലേറ്റഡ് ടു ALL. പാലർ, പിട്ടകിയ ആൻഡ് പർപ്യൂറ. 3Ps കാണാൻ പറ്റുന്നില്ലേ? പാലർ, പിട്ടകിയ, പർപ്യൂറ. 3Ps അസോസിയേറ്റഡ് വിത്ത് ALL. കൂടെ എന്തുണ്ടാവും? ഫാക്ടിഗ് ഉണ്ടാവും. ഇതാണ് പ്രസന്റ് എല്ലാ ALL പേഷ്യൻസിലും. ഈ 4 എന്തായാലും കാണാൻ പറ്റും. പാലർ, പിട്ടകിയ, പർപ്യൂറ, ഫാറ്റിക്. 3Ps ആൻഡ് ഫാറ്റിക്. റൈറ്റ്. ഇനി സെക്കൻഡറി ആയിട്ട്, അതായത് ഒരു 60% ആളുകൾക്ക് വരുന്ന കണ്ടീഷൻസ് ആണ് ഈ 3. റൈറ്റ്. ലിംഫഡിനോപ്പതി, ഹെപ്പാറ്റോമെഗാലി, സ്പ്ലീനോമെഗാലി. 2 ഓർഗൻസിന്റെ എന്തെന്നാ എൻലാർജ്മെന്റും പിന്നെ ലിംഫഡിനോപ്പതിയും 60%. അപ്പൊ ഇതിനൊരു സെക്കൻഡറി ആയിട്ട് കൂട്ടാം. ആദ്യത്തെ 3-4 ഫീച്ചേഴ്സ് പ്രൈമറിയും, രണ്ടാമത്തെ ഒരു 3 സെക്കൻഡറി. കാരണം എല്ലാവർക്കും വരണമെന്നില്ല, ഒരു 60% ഓൾമോസ്റ്റ് ആൾക്കാർക്ക് വരാമെന്നുള്ള രീതിയിൽ. ഓക്കെ. ഇനി ടെർഷ്യറി സിംറ്റംസ് അല്ല ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് റെയർ കേസസിൽ മാത്രം വരുന്നത്. 1 CNS ഇൻവോൾവ്മെന്റ്, 2 കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, 3 സുപ്പീരിയർ മീഡിയാസ്റ്റൈനൽ സിൻഡ്രോം, 4 സുപ്പീരിയർ വീനക്കാവൽ സിൻഡ്രോം, 5 ട്യൂമർ ലൈസിസ് സിൻഡ്രോം, ബോൺ ഇൻവോൾവ്മെന്റ്, ടെസ്റ്റിക്കുലർ ഇൻവോൾവ്മെന്റ്. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. CNS പോകാം, ബോണിൽ വരാം, ടെസ്റ്റിക്കുലറിൽ വരാം. ഇതിലും 2 സിൻഡ്രോം ഉണ്ട്, സുപ്പീരിയർ മീഡിയാസ്റ്റൈനൽ സിൻഡ്രോം, സുപ്പീരിയർ വീനക്കാവൽ സിൻഡ്രോം. ഹലോ, കേൾക്കുന്നില്ലേ? സുപ്പീരിയർ മീഡിയാസ്റ്റൈനൽ സിൻഡ്രോം എന്ന് പറയുന്നത് കൂടുതലും കാണപ്പെടുന്ന T-സെൽ ലുക്കീമിയ. T-സെൽ എന്ന് പറയുന്നത് T4. നമ്മൾ ഈ BT എന്ന് പറയുന്നത് അങ്ങനെ നെയിം കൊടുക്കാൻ കാരണം എന്താ? B4 ബോൺ മാരോ, T4 തൈമസ്. ആ തൈമസ് എൻലാർജ് ചെയ്യും. അപ്പൊ ആ ക്ഷേണത്തിന്റെ അടിയിൽ ഒരു മീഡിയാസ്റ്റൈനൽ മാസ് പോലെ വരും. അപ്പൊ T-സെൽ ലുക്കീമിയയിൽ തൈമസ് എൻലാർജ് ചെയ്തിട്ട് മീഡിയാസ്റ്റൈനൽ മാസ് വന്നിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻ കൊണ്ടുവരുന്നതാണ് എന്ത്? സുപ്പീരിയർ മീഡിയാസ്റ്റൈനൽ സിൻഡ്രോം. റൈറ്റ്. ഓക്കെ. ഇനി ഇത് കണ്ടോ, സിൻഡ്രോംസ് എന്ന് പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നേരത്തെ പറഞ്ഞ 5 സിൻഡ്രോംസ് ഉണ്ട്. ക്ലിനിക്കലി 3 സിൻഡ്രോംസ് ഉണ്ട്. ഡൗൺ സിൻഡ്രോം, ബ്ലൂം സിൻഡ്രോം, ഷാച്ചോ അത് പറഞ്ഞു കഴിഞ്ഞ് ക്ലിനിക്കലി പ്രസന്റ് ചെയ്യുന്ന 3 സിൻഡ്രോംസ് ആണ് ഇത്: സുപ്പീരിയർ മീഡിയാസ്റ്റൈനൽ, സുപ്പീരിയർ വീനക്കാവൽ, ട്യൂമർ ലൈസിസ് സിൻഡ്രോം. റൈറ്റ്. ഓർത്തിരിക്കുക, ബാക്കി ഈ 3 ക്ലിനിക്കലി പ്രസന്റ് ചെയ്യുന്നതാണ്, പക്ഷെ റെയർ കേസസിൽ മാത്രം. റൈറ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം ഒരു പ്രൈമറി എന്ന് പറയുന്നത് എന്തായാലും വരും. ALL വന്നു ആ കുട്ടി പ്രസന്റ് ചെയ്യുമ്പോൾ പാലർ ഉണ്ടാവും, പിട്ടകിയ ഉണ്ടാവും, പർപ്യൂറ ഉണ്ട്, ഫാറ്റിക് ഉണ്ടാവും. സെക്കൻഡറി 60% ഓൾമോസ്റ്റ് കാണാതിരിക്കാം. ലിംഫഡിനോപ്പതി, സ്പ്ലീനോമെഗാലി, ഹെപ്പാറ്റോമെഗാലി. ഇനി ടെർഷ്യറി എന്ന് പറയുന്നത് റെയർ കേസ് ആയിട്ട് 1-2 ആൾക്കാർക്ക് വന്ന് CNS ഇൻവോൾവ്മെന്റ് വരാം,
സുപ്പീരിയർ വീൻ, 3 സിൻഡ്രോംസ്. പിന്നെ ബോൺ ഇൻവോൾവ്മെന്റ് വരാം. ഈ ബോൺ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ ആദ്യം JIA ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ പറയുന്ന കാര്യം ഇവിടെ പറഞ്ഞു. ഓക്കെ. പിന്നെ ടെസ്റ്റിക്കുലർ ഇൻവോൾവ്മെന്റ്. ഇത്രയും കാര്യം കേട്ടോ. അപ്പൊ 3 P ഏതൊക്കെയാ? ഇനി ഡയഗ്നോസിസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കിക്കേ. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ. പിന്നെ എന്ത് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് AML ALL ആണെന്ന് കൃത്യമായിട്ട് ALL ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെരിഫറൽ സ്മിയർ നോക്കണം, ബ്ലഡ് കൗണ്ട് നോക്കണം, ഡിഫറൻഷ്യൽ കൗണ്ട് കൊടുക്കണം. ചെസ്റ്റ് എക്സ്റേ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, തൈമസ് എൻലാർജ് ചെയ്തിട്ട് മീഡിയാസ്റ്റൈനൽ സിൻഡ്രോം ആയിട്ട് മാറാനുള്ള കേസ് ഉണ്ട്. അപ്പം അവിടെ തൈമസ് എൻലാർജ്മെന്റ് എന്തെങ്കിലും ചെസ്റ്റിൽ എന്തെങ്കിലും മാസ് ഉണ്ടോ എന്ന് നോക്കേണ്ടിയിട്ടാണ് ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുന്നത്. അതും ലാറ്ററൽ വ്യൂ എടുത്ത് നോക്കും, ആൻഡ്രോ പോസ്റ്റീരിയർ വ്യൂ എടുത്ത് നോക്കും. പിന്നെ ബോൺ മാരോ ആസ്പിറേറ്റ്, ബോൺ മാരോ ബയോപ്സി. കാരണം ബോൺ മാരോയിൽ തന്നെ എന്തുണ്ടാവും? ലിംഫോബ്ലാസ്റ്റിന്റെ ഇൻഫിൽട്രേഷൻ ഉണ്ടാവും. CSF സൈറ്റോളജി ഏത് കേസിലായിരിക്കും ചെയ്യുന്നത്? ഏതെങ്കിലും ALL CNS ഇൻവോൾവ്മെന്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. റൈറ്റ്. ഇനി പെരിഫറൽ സ്മിയർ എക്സാമിനേഷൻ നമ്മൾ കൂടുതലായിട്ട് പറയണം. ഇത് വായിച്ച് നോക്കാൻ ഞാൻ കുറച്ചുകൂടി എടുത്ത് എഴുതിയിട്ടുണ്ട്. അനീമിയ ഉണ്ടാവും, ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവും, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും. പെരിഫറൽ സ്മിയറിൽ നോർമോസൈറ്റിക് നോർമോക്രോമിക് RBC ആണ്, പോളിക്രോമാറ്റോഫിൽ NRBC ആണ്, ഡിസെറിത്രോപോയിസിസ്. അനീമിയ ഈ 3 എഴുതിയാൽ മതി. അനീമിയ, ത്രോംബോസൈറ്റോപീനിയ, ലൂക്കോപീനിയ or ലൂക്കോസൈറ്റോസിസ്. പിന്നെ ലിംഫോബ്ലാസ്റ്റ് ഗ്രേറ്റർ ദാൻ എത്ര? 25%. അത് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ച 20% ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത് 25%. പ്ലേറ്റ്ലെറ്റ് റെഡ്യൂസ്ഡ് പെരിഫറൽ സ്മിയറിൽ. ഓക്കെ ആണോ? ഓക്കെ. ബാക്കി അടുത്ത ലിങ്കിൽ കയറാം. തീരും.